ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചിക്കൻ മസാല. എങ്ങനെയാണ് ചിക്കൻ മസാല ഉണ്ടാക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 25 കിലോ ചിക്കൻ മസാലയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 50 ഗ്രാം ഉലുവ കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വലിയ മുളക്, കൊച്ചുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചതച്ചത് നമുക്ക് ആവശ്യമാണ് ഇതിലേക്ക്. അതുപോലെ സവാളയും ക്യാബേജും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനമാണ്. നമുക്കെന്തായാലും വെളുത്തുള്ളി നമുക്ക് എണ്ണ ചൂടായ ആ ചട്ടിക്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, കൊച്ചുള്ളി, വലിയ മുളക്, പച്ചമുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാത്തിൻ്റെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ അടുപ്പ് കത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, സവാളയും ക്യാബേജും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും ക്യാബേജും നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു 50 ഗ്രാം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഉള്ളി വേവാനുള്ള ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് വെന്ത് വാടി വരണം. നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാമറ ഷേക്കാവുന്നതിൻ്റെ കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടുകയായത് കൊണ്ടാണ്. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരുവിധം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം ഈ വെളിച്ചെണ്ണയിലേക്ക് കിടന്ന് നല്ലതുപോലെ വെന്ത് വാടി വരണം. നമ്മുടെ പള്ളിയിലെ സലാത്ത് നേർച്ചയ്ക്കുള്ള ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ നല്ല തീയൊക്കെ കത്തി ഇങ്ങനെ വേവുകയാണ് അവിടെ കിടന്ന്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടി പിടിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വാർപ്പല്ല, ചെമ്പായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ആ 1 കിലോ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലപോലെ ഉള്ളി വെന്ത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10-30% വേവൊക്കെ ആകുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കരിവേപ്പില കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ മസാല നമ്മൾ എടുത്തിട്ടുണ്ട്, അതുപോലെ കാശ്മീരി ചില്ലി, പിന്നെ സാധാ മുളക് പൊടി, കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടും മുളക് പൊടി എരിക്ക് വേണ്ടിയിട്ടും, പിന്നെ മല്ലിപ്പൊടി, നമ്മുടെ ഇടിച്ച മസാല, പെരിഞ്ചീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക മുതലായവ ഇടിച്ച ആ മസാലകളും. ഇപ്പോൾ നമ്മുടെ സവാള മറ്റെല്ലാം ഒരു 70% വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നു. നമ്മളെല്ലാ പൊടിയും നമ്മൾ ഇതിലേക്കല്ല കൊടുക്കുന്നത്. കുറച്ച് പൊടികൾ നമുക്ക് ഇറച്ചിയിൽ കൊടുക്കാറുണ്ട്. ഇതിലേക്ക് ഇടുന്ന പൊടികൾ ഞാൻ പറഞ്ഞുതരാം. ഇനി മുളക് പൊടി, സാധാ എരിയുള്ള മുളക് പൊടി 1 കവർ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടിച്ച മസാല അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ എന്ത് ചെയ്യുക, മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ച മസാലകളുടെ എല്ലാത്തിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത മസാലകളെല്ലാം പരുവായിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെമ്പിൽ നിന്നും നമ്മുടെ ഈ മസാലകൾ മൊത്തം നമുക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ആ മസാലകളെല്ലാം കംപ്ലീറ്റ് മസാലകൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി ആ ചെമ്പ് കാലിയാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്പ് നമ്മൾ കാലിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള കുറച്ച് മസാലകളുണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാലകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആ കഴുകി ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച് എടുത്തിരിക്കുന്നത്. നമ്മൾ തിരിച്ച് വീണ്ടും ആ ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പ് ചൂടായിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ചൂടായ എണ്ണയിലേക്ക്
കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നല്ല ഒരു ചുവന്ന കളർ നമുക്ക് ഈ ഇറച്ചിയിലേക്ക് കിട്ടും. നമ്മൾ കളർ ഉപയോഗിക്കാതെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടിയിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ഈ ഇറച്ചി നമ്മൾ തട്ടിയിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഇറച്ചി ഇട്ട വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മിക്സ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെയാണ് നമുക്കിനി ഇത് വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ മിക്സിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ കിടക്കുകയാണ്. നമ്മൾ തീ വളരെ ചെറിയ തീ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക് പൊടിയും കരിഞ്ഞു പോവും, അടിയിലും പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് തീ ഇട്ടിട്ട് സ്ലോ കുക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മുടെ കറി മസാല, ഇടിച്ച മസാല കുറച്ച് അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് വിതറി കൊടുക്കുകയാണ്. നമ്മൾ പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക മുതലായ പൊടിച്ച മസാല അത് കുറച്ച് മാത്രം നമ്മൾ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തവണ ഒന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ആ ചിക്കനിലെ കുറച്ച് വെള്ളം കൂടിയൊക്കെ നമുക്കിതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ആ കുറച്ച് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനിയും ഇതിൽ നിന്ന് വെള്ളം കുറച്ചുകൂടി ഇറങ്ങാനുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയും ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല തിക്ക് ഗ്രേവിയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. അപ്പോൾ ഇനി കുറച്ച് ഒരു മല്ലിയില കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ചിക്കൻ മസാല റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതുമയാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.